തേർഡ് സെമസ്റ്റർ BSc ഡിഗ്രി എക്സാമിനേഷൻ സൈക്കോളജി മെയിനിൻ്റെ കോംപ്ലിമെൻ്ററി സ്റ്റാറ്റിസ്റ്റിക്സ് പേപ്പറായിട്ടുള്ള പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ആൻഡ് പാരാമെട്രിക് ടെസ്റ്റിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ ഈ വീഡിയോയിൽ സോൾവ് ചെയ്യുന്നത്. ഇതിൽ നമ്മൾ ആദ്യം സെക്ഷൻ എ പാർട്ടാണ് നോക്കുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ: if the mean and variance of a binomial random variable x is 6 and 3, find probability of x is equal to 1. അപ്പോൾ ഇവിടെ നമുക്ക് ഒരു ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ്റെ മീനും വേരിയൻസും തന്നിട്ടുണ്ട്. അപ്പോൾ ഫോർ എ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ മീൻ ഇസ് എൻ പി ഇസ് ഈക്വൽ ടു 6 എന്നും ആൻഡ് NPQ വേരിയൻസ് എന്ന് പറഞ്ഞാൽ NPQ ആണ്, ദാറ്റ് ഇസ് ഈക്വൽ ടു 3 എന്നും തന്നിട്ടുണ്ട്. എന്നിട്ട് നമുക്കൊരു പ്രോബബിലിറ്റി ആണ് കാണാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ്റെ എന്തൊരു കാര്യം കാണണമെങ്കിലും അതിൻ്റെ PMF ആയിക്കോട്ടെ എന്ത് വേണമെങ്കിലും നമുക്ക് അറിയേണ്ടത് അതിൻ്റെ 2 പാരാമീറ്റേഴ്സാണ്. അതായത് എന്നിൻ്റെ വാല്യൂ എന്താണെന്ന് നമ്മൾ കണ്ടുപിടിക്കണം, ആൻഡ് പിൻ്റെ വാല്യൂ എന്താണെന്ന് നമുക്ക് കണ്ടുപിടിക്കണം. ഇത് രണ്ടും അറിയുകയാണെങ്കിൽ ബൈനോമിയലിൻ്റെ PMF നമുക്ക് എഴുതാം, അത് വെച്ചിട്ട് നമുക്ക് പ്രോബബിലിറ്റീസ് കണ്ടുപിടിക്കാം. ഇപ്പോൾ NP 6 എന്നറിയാം, NPQ 3 എന്നറിയാം അല്ലേ. അപ്പം നമ്മൾ ചെയ്യാൻ പോകുന്നത് NPQ ഡിവൈഡഡ് ബൈ NPQ ഡിവൈഡഡ് ബൈ NP ആണ് ചെയ്യുന്നത്. അപ്പോൾ NP ക്യാൻസലാവും, നമുക്ക് Q എന്ന് കിട്ടും അല്ലേ. അപ്പോൾ NPQ ഡിവൈഡഡ് ബൈ NP എന്ന് പറഞ്ഞാൽ ഈ സൈഡ് വാല്യൂസ് നോക്കുകയാണെന്ന് വെച്ചാൽ നമുക്ക് 3/6 എന്നാണ് വരുന്നത്, വിച്ച് ഇസ് ഈക്വൽ ടു 1/2. അതായത് നമുക്ക് കിട്ടിയിരിക്കുന്നത് Q ഇസ് ഈക്വൽ ടു 1/2 എന്ന് കിട്ടി. അപ്പോൾ Q 1/2 എന്ന് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് P എഴുതാമല്ലോ. വാട്ട് ഈസ് P? പിയും ക്യൂവും തമ്മിലുള്ള റിലേഷൻ എന്ന് പറഞ്ഞാൽ P + Q ഈസ് ഓൾവേസ് ഈക്വൽ ടു 1. അപ്പോൾ ഇവിടെ നമുക്ക് Q കിട്ടിയിട്ടുണ്ട്. ദെൻ വാട്ട് ഈസ് P? P ഈസ് ഈക്വൽ ടു 1 - Q, ദാറ്റ് ഈസ് 1 - ½ അപ്പോൾ P ½ 1 - ½ എന്ന് പറഞ്ഞാൽ ½ എന്ന് നമുക്ക് കിട്ടി. അപ്പോൾ നമുക്ക് 2 പാരാമീറ്ററിൽ നമുക്കിപ്പം P കിട്ടി. ഇനി അടുത്ത് നമുക്ക് N കണ്ടുപിടിക്കണം. N കണ്ടുപിടിക്കണമെങ്കിൽ പിയുടെ വാല്യൂ ഞാനിപ്പോൾ NP ഇസ് ഈക്വൽ ടു 6 കൊടുക്കുകയാണ്. അപ്പോൾ നമുക്കറിയാം NP ഇസ് ഈക്വൽ ടു 6, ദറ്റ് ഈസ് N × ½ ഇസ് ഈക്വൽ ടു 6. ദെൻ വാട്ട് ഈസ് N? N ഇസ് ഈക്വൽ ടു 6 × 1/2 അങ്ങോട്ട് പോകുമ്പോൾ 6 × 2 എന്ന് വരും, ദറ്റ് ഈസ് ഈക്വൽ ടു 12. അപ്പോൾ നമുക്ക് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ്റെ 2 പാരാമീറ്റേഴ്സ് കിട്ടി, N 12 എന്നും P 1/2 എന്നും കിട്ടി. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതിൻ്റെ PMF എഴുതുകയാണ്. അപ്പോൾ നമുക്ക് അറിയുന്ന ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ്റെ പാരാമീറ്റേഴ്സ് N ഇസ് ഈക്വൽ ടു 12ഉം P ഇസ് ഈക്വൽ ടു 1/2 എന്നുണ്ട്. ഇനി നമുക്ക് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ്റെ PMF പ്രോബബിലിറ്റി മാസ് ഫംഗ്ഷൻ എഴുതാം. PMF f of x, that is actually probability that capital X is equal to small x. ഈ പ്രോബബിലിറ്റിനെയാണ് നമ്മൾ PMF എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് ഈക്വൽ ടു ഫോർ എ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ ദിസ് ഇസ് NCX P⁻x Q⁻n−x ആണ്. എക്സ് എടുക്കുന്ന വാല്യൂസ് 0, 1, 2, 3 അപ് ടു 12 ഇതാണ് അല്ലേ. അപ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു നമ്മളെ കേസിൽ എന്നിന് നമുക്ക് 12 എന്ന് വാല്യൂ അറിയാം. അപ്പോൾ 12CX P⁻x, that is ½ and Q is also ½ n−x 12 - x എന്ന് എഴുതാം. എക്സ് എടുക്കുന്ന വാല്യൂസ് 12 വരെ അല്ലേ. 0 ഇവിടെ നമ്മൾ സാധാരണ n വരെ എന്നാണ് വാല്യൂ പറയുന്നത്. അപ്പോൾ ഇവിടെ വരുമ്പം നമ്മളെ കേസിൽ വരുമ്പം അത് 12 വരെയുള്ള വാല്യൂസ് എടുക്കും. ഇതാണ് പ്രോബബിലിറ്റി ഓഫ് ക്യാപിറ്റൽ എക്സ് ഇസ് ഈക്വൽ ടു സ്മോൾ എക്സ് ആവുമ്പോൾ ഇതാണ് നമ്മളുടെ PMF അല്ലെങ്കിൽ പ്രോബബിലിറ്റി. അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് പ്രോബബിലിറ്റി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 1? ഇതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇവിടെ എക്സ് വരുന്ന സ്ഥാനത്ത് നമ്മൾ എന്ത് കൊടുക്കുന്നു? 1 കൊടുക്കുന്നു. അപ്പോൾ 12C1 ½ ½ 12 - 1 ഇങ്ങനെയാണ് വരുന്നത്. ദറ്റ് ഈസ് ഈക്വൽ ടു 12 × ½ × ½ എന്ന് വരും. അതാണ് നമുക്ക് ചെയ്യേണ്ടത്. അപ്പോൾ അതിനെ സിംപ്ലിഫൈ ചെയ്യുമ്പം നമുക്ക് കിട്ടാൻ പോകുന്നത് 1 / 4096 എന്നാണ്. അപ്പോൾ 12 / 4096 is 0.0029. ഇതാണ് നമ്മളുടെ റിക്വയർഡ് ആൻസർ. ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ:
2% of the items produced by a company is defective. Out of a packet of 100 items, use Poisson distribution to find the probability of getting 5 defectives. അപ്പോൾ ഇവിടെ നമുക്ക് തന്നിരിക്കുന്നത് ഡിഫക്റ്റീവ് ഐറ്റംസ് 2% ആണ് ഉള്ളത്. ഒരു കമ്പനി പ്രൊഡ്യൂസ് ചെയ്യുന്ന ഐറ്റത്തിൽ 2% ഐറ്റംസ് ആണ് ഡിഫക്റ്റീവ് എന്ന് പറഞ്ഞു. ദാറ്റ് ഈസ് നമുക്ക് പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് എ ഡിഫക്റ്റീവ് ഐറ്റം എന്താന്ന് നോക്കാം. പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് ഡിഫക്റ്റീവ്, പ്രോബബിലിറ്റി ഓഫ് സക്സസ് എന്നൊക്കെ പറയുന്ന പോലെ ഗെറ്റിംഗ് ഡിഫക്റ്റീവ് എന്ന് പറയുന്നത് നമുക്ക് എന്ത് പറയാം, നമുക്കത് സ്മോൾ ലെറ്റർ പി കൊണ്ട് ഡിനോട്ട് ചെയ്യാം. ദാറ്റ് ഈസ് ഈക്വൽ ടു 2% ഐറ്റം ആണ് ഡിഫക്റ്റീവ്. അപ്പോൾ പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് എ ഡിഫക്റ്റീവ് ഐറ്റം ഇസ് 2/100. അപ്പോൾ പി കിട്ടിക്കഴിഞ്ഞു. ഇവിടെ നമ്പർ ഓഫ് ഐറ്റംസ് എൻ എന്ന് പറയാം. എൻ ഇസ് ഈക്വൽ ടു 100 ആണ്. അപ്പോൾ നമുക്ക് പി ഇസ് ഈക്വൽ ടു 2/100 എന്നും എൻ ഇസ് ഈക്വൽ ടു 100 എന്നും ഇവിടെ തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പോയ്സോൺ ഡിസ്ട്രിബ്യൂഷൻ ഉപയോഗിച്ചിട്ടാണ് ഈ പ്രോബ്ലം ചെയ്യേണ്ടത്. അപ്പോൾ എന്നും പിയും തന്നിട്ടുണ്ട്. ഇവിടെ എൻ ലാർജാണ്, പി സ്മോളും ആണ്. അപ്പം എൻ പി എന്ന് പറയുന്നതാണ് നമ്മൾ പോയ്സോൺ ഡിസ്ട്രിബ്യൂഷൻ്റെ പാരാമീറ്റർ എം ആയിട്ട് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ പോയ്സോൺ ഡിസ്ട്രിബ്യൂഷൻ്റെ പാരാമീറ്റർ നമ്മൾ എം എന്നോ ലാംഡ എന്ന് പറയുന്ന ലെറ്റർ കൊണ്ടോ ഡിനോട്ട് ചെയ്യും. ഞാനിവിടെ എം എന്നാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ എം ഇസ് ഈക്വൽ ടു എൻ ഇൻറ്റു പി ആണ്. ദറ്റ് ഈസ് 100 ഇൻറ്റു 2/100. ദറ്റ് ഈസ് ഈക്വൽ ടു 2. അപ്പോൾ നമുക്ക് പോയ്സോൺ ഡിസ്ട്രിബ്യൂഷൻ്റെ പാരാമീറ്റർ എം എന്ന് കിട്ടും. അതായത് നമുക്ക് പറയാം ദ നമ്പർ ഓഫ് ഡിഫക്റ്റീവ്സ്, അതിനെ നമ്മൾ എക്സ് കൊണ്ട് ഡിനോട്ട് ചെയ്യുന്നു. നമ്പർ ഓഫ് ഡിഫക്റ്റീവ്സ് എക്സ് ഫോളോസ് എ പോയ്സോൺ ഡിസ്ട്രിബ്യൂഷൻ വിത്ത് പാരാമീറ്റർ എം എന്ന് നമുക്ക് പറയാം. അപ്പോൾ പാരാമീറ്റർ എമ്മിൻ്റെ സ്ഥാനത്ത് ഇവിടെ നമുക്ക് തന്നിരിക്കുന്ന കേസിൽ എം എന്ന് പറയുന്നത് 2 ആണ്. അപ്പം പോയ്സോൺ ഡിസ്ട്രിബ്യൂഷൻ ആണെങ്കിൽ അതിൻ്റെ പി എം എഫ് ഓഫ് എക്സ് വിച്ച് ഇസ് ഈക്വൽ ടു പ്രോബബിലിറ്റി ഓഫ് ക്യാപിറ്റൽ എക്സ് ഇസ് ഈക്വൽ ടു സ്മോൾ എക്സ് എന്ന് പറയുന്നത് നമുക്ക് ഇ റേസ് ടു മൈനസ് എം റേസ് ടു എക്സ് ബൈ എക്സ് ഫാക്ടോറിയൽ ഈ ഫോമിൽ എഴുതാം. വേർ എക്സ് ഇസ് ഈക്വൽ ടു 0, 1, 2, 3 അപ് ടു ഇൻഫിനിറ്റി. അപ്പം നമുക്ക് വേണ്ടത് വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് 5 ഡിഫക്റ്റീവ്. അപ്പം നമ്മൾ പറഞ്ഞിരിക്കുന്നത് എക്സ് കൊണ്ടാണ് നമ്മൾ നമ്പർ ഓഫ് ഡിഫക്റ്റീവ്സിനെ ഡിനോട്ട് ചെയ്യുന്നത്. അപ്പോൾ പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് 5 ഡിഫക്റ്റീവ്സ് എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ഡിഫക്റ്റീവ്സ് എക്സ് ഇസ് ഈക്വൽ ടു 5 എന്ന് നമുക്ക് എഴുതാം. ദറ്റ് ഇസ് ഈക്വൽ ടു ഇ റേസ് ടു മൈനസ് എം. ഈ കേസിൽ എം എന്താണ് നമുക്ക് തന്നിരിക്കുന്ന ക്വസ്റ്റ്യനിൽ എം 2 എന്നാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഇ റേസ് ടു മൈനസ് 2 റേസ് ടു എക്സ്, എക്സിൻ്റെ സ്ഥാനത്ത് നമ്മൾ 5 കൊടുക്കുന്നു, ഡിവൈഡഡ് ബൈ 5 ഫാക്ടോറിയൽ. ദറ്റ് ഈസ് ഈക്വൽ ടു ഇതിൽ നമുക്ക് വാല്യൂസ് കൊടുത്ത് നമ്മൾ സിംപ്ലിഫൈ ചെയ്യുകയാണെങ്കിൽ നമുക്ക് കിട്ടാൻ പോകുന്ന ആൻസർ 0.036 എന്നാണ്. അടുത്ത ക്വസ്റ്റ്യൻ, റൈറ്റ് എനി 4 പ്രോപ്പർട്ടീസ് ഓഫ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ. The range of normal distribution is from -infinity to +infinity. The curve of normal distribution is a bell-shaped curve. The normal distribution is symmetric about x is equal to mu. The mean of normal distribution is mu and variance is sigma square. അടുത്ത ക്വസ്റ്റ്യൻ, if x follow a normal distribution with mean 5 and variance 9, find probability of x less than 5 and probability of x greater than 2. അപ്പോൾ നമുക്കിവിടെ ഒരു നോർമൽ ഡിസ്ട്രിബ്യൂഷനാണ് എക്സ് എന്ന് പറയുന്ന റാൻഡം വേരിയബിൾ ഫോളോ ചെയ്യുന്നു എന്ന് പറഞ്ഞു. അത് ഫോളോ ചെയ്യുന്നത് ഒരു നോർമൽ ഡിസ്ട്രിബ്യൂഷനാണ് ആൻഡ് അതിൻ്റെ മീൻ എന്ന് പറയുന്നത് 5 ആണ്. അപ്പം മീൻ ഓഫ് എ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ, മീൻ നമ്മൾ മ്യൂ കൊണ്ടാണ് ഡിനോട്ട് ചെയ്യുന്നത്. മ്യൂ ഇസ് ഈക്വൽ ടു 5. വേരിയൻസ് 9 എന്ന് പറഞ്ഞിട്ടുണ്ട്. വേരിയൻസിനെ നമ്മൾ സിഗ്മ സ്ക്വയർ കൊണ്ടാണ് ഡിനോട്ട് ചെയ്യുന്നത്. അപ്പോൾ സിഗ്മ സ്ക്വയർ ഇസ് ഈക്വൽ ടു 9. അപ്പോൾ നമ്മൾ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ സിഗ്മ എന്താ നോക്കും. ദാറ്റ് ഇസ് √9 വിച്ച് ഇസ് ഈക്വൽ ടു 3. അപ്പം നമുക്ക് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ്റെ 2 പാരാമീറ്റേഴ്സ് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്തു. മ്യൂ ഇസ് ഈക്വൽ ടു 5 ആൻഡ് സിഗ്മ ഇസ് ഈക്വൽ ടു 3. അപ്പോൾ നമ്മളെങ്ങനെയാണ് എഴുതുക? എക്സ് ഫോളോസ് നമ്മൾ എൻ
നമ്മൾ സാധാരണ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ എഴുതുന്നത് എക്സ് ഫോളോസ് എൻ മ്യൂ സിഗ്മ എന്നാണ് നമ്മൾ എഴുതുക. അപ്പോൾ ഇവിടെ നമ്മൾ എഴുതുന്നത് മ്യൂവിൻ്റെ സ്ഥാനത്ത് നമുക്ക് 5ഉം സിഗ്മയുടെ സ്ഥാനത്ത് 3ഉമാണ് വന്നിരിക്കുന്നത്. അപ്പോൾ എക്സ് എന്ന് പറയുന്ന റാൻഡം വേരിയബിൾ ഒരു നോർമൽ ഡിസ്ട്രിബ്യൂഷനാണ് ഫോളോ ചെയ്യുന്നത് നമുക്ക് മനസ്സിലായി. ഇനി നമ്മൾ ഒരു നോർമൽ ഡിസ്ട്രിബ്യൂഷൻ കിട്ടിയാൽ ഉടനെ തന്നെ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സ്റ്റാൻഡേർഡ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ എഴുതും. സ്റ്റാൻഡേർഡ് നോർമൽ റാൻഡം വേരിയബിൾ എഴുതും. അപ്പോൾ സെഡ് ഇസ് ഈക്വൽ ടു സ്റ്റാൻഡേർഡ് നോർമൽ കാണുക എന്ന് പറഞ്ഞാൽ എക്സ് എന്ന് അതിൻ്റെ മീന് മൈനസ് ചെയ്യുക, എക്സ് മൈനസ് ഇറ്റ്സ് മീൻ ഡിവൈഡഡ് ബൈ ഇസ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. അതായത് ഇപ്പോൾ എക്സ് ഫോളോസ് എൻ മ്യൂ സിഗ്മ, ദെൻ സെഡ് ഇസ് ഈക്വൽ ടു എക്സ് മൈനസ് മ്യൂ ബൈ സിഗ്മ. ഇതാണ് നമ്മൾ സ്റ്റാൻഡേർഡ് നോർമൽ റാൻഡം വേരിയബിൾ. ഈ നോർമലിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സ്റ്റാൻഡേർഡ് നോർമൽ ഇതാണ്. അതേപോലെ നമ്മൾ കിട്ടിയിരിക്കുന്ന നോർമലിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സ്റ്റാൻഡേർഡ് നോർമൽ നമുക്ക് കിട്ടി N01. അതായത് സെഡ് ആണത് എക്സ് മൈനസ് 5/3 സ്റ്റാൻഡേർഡ് നോർമലാണെന്ന് നമുക്ക് മനസ്സിലായി. ഇനി അടുത്തതായിട്ട് നമ്മൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുകയാണ്. ഫൈൻഡ് പ്രോബബിലിറ്റി ഓഫ് എക്സ് ലെസ് ദാൻ 5. ആ ക്വസ്റ്റ്യനാണ് നമ്മൾ ചെയ്യുന്നത്. നമുക്ക് കാണേണ്ടത് പ്രോബബിലിറ്റി ദാറ്റ് ക്യാപിറ്റൽ എക്സ് ലെസ് ദാൻ 5. അപ്പോൾ നമ്മൾ ഏതൊരു നോർമൽ റാൻഡം വേരിയബിളിൻ്റെ ക്വസ്റ്റ്യനെയും സ്റ്റാൻഡേർഡ് നോർമലാക്കിയിട്ടാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എക്സിന് സ്റ്റാൻഡേർഡ് നോർമലാക്കണമെങ്കിൽ എക്സിന്ന് 5 മൈനസ് ചെയ്യണം, 3 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. ദിസ് ഈസ് ഈക്വൽ ടു പ്രോബബിലിറ്റി ഓഫ് എക്സ് മൈനസ് 5/3 ചെയ്തു. അപ്പോൾ എക്സിന് എന്ത് ചെയ്താലും അതിൻ്റെ റൈറ്റ് ഹാൻഡ് സൈഡിൽ നമ്മൾ എഴുതിയിരിക്കുന്ന 5നെ അതന്നെ ചെയ്യണം. അപ്പം എക്സിന്ന് ഞാൻ 5 മൈനസ് ചെയ്താൽ പിന്നെ 5 എന്ത് ചെയ്യണം, 5 മൈനസ് ചെയ്യണം. ഇതിനെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൽ ഇവിടെയും 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. ഓർ ദിസ് ഇസ് ഈക്വൽ ടു പ്രോബബിലിറ്റി ഓഫ്, നമുക്കറിയാം എക്സ് മൈനസ് 5/3 അതിന് നമ്മൾ സെഡ് കൊണ്ടാണ് ഡിനോട്ട് ചെയ്യുന്നത്, വിച്ച് ഇസ് എ സ്റ്റാൻഡേർഡ് നോർമൽ വേരിയബിൾ സെഡ് ലെസ് ദാൻ 0. ഈ പ്രോബബിലിറ്റിയാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ അതെങ്ങനെയാണ് കാണുക നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളൊരു നോർമൽ കേവ് വരച്ച് നോക്കുകയാണ്. അപ്പോൾ നമ്മൾ സ്റ്റാൻഡേർഡ് നോർമൽ കേവാണ് ഇവിടെ വരയ്ക്കുന്നത്. സ്റ്റാൻഡേർഡ് നോർമൽ കേവ് വരയ്ക്കാൻ ഇതാണ് നമ്മളെ ബെൽ ഷേപ്ഡ് കേവ് അല്ലേ. ഈ സ്റ്റാൻഡേർഡ് നോർമൽ കേവ് സെഡ് ഇസ് ഈക്വൽ ടു 0ന് സിമെട്രിക് ആണ്. -∞ മുതൽ +∞ വരെ എക്സ്റ്റെൻഡ് ചെയ്ത് കിടക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഏത് പ്രോബബിലിറ്റി ആണോ കാണേണ്ടത് അതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഏരിയ നമുക്ക് കണ്ടുപിടിക്കാം. അപ്പോൾ ഇവിടെ നമുക്ക് കാണേണ്ടത് സെഡ് ലെസ് ദാൻ 0 ആണ്. അപ്പോൾ സെഡിൻ്റെ വാല്യൂ അതാണ് 0-നെക്കാട്ടും കുറവാവുക എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ഏരിയ, ഈ ഹാഫ് ഏരിയയുടെ പ്രോബബിലിറ്റിയാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ആൻഡ് ദാറ്റ് ഈസ് ടോട്ടൽ ഏരിയയുടെ പ്രോബബിലിറ്റി എന്ന് പറഞ്ഞാൽ 1 ആണ്. അപ്പോൾ ഹാഫ് ദ ഏരിയയുടെ പ്രോബബിലിറ്റി പറഞ്ഞാൽ ഇവിടെ 0.5 ആയിരിക്കും, അതേമാതിരി ഇവിടെയും 0.5. അപ്പോൾ പ്രോബബിലിറ്റി ഓഫ് സെഡ് ലെസ് ദാൻ 0 എന്ന് പറഞ്ഞാൽ that probability is equal to this area, half the area, and that is equal to 0.5. ഇങ്ങനെയാണ് നമ്മൾ ആദ്യത്തെ പ്രോബബിലിറ്റി കണ്ടുപിടിക്കുന്നത്. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. പ്രോബബിലിറ്റി ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ 2 അല്ലേ. അപ്പോൾ നമ്മൾ അടുത്ത പ്രോബബിലിറ്റി എഴുതുകയാണ്. പ്രോബബിലിറ്റി ദാറ്റ് എക്സ് ഇസ് ഗ്രേറ്റർ ദാൻ 2 അല്ലേ. അപ്പോൾ ഇതിനെ നമ്മൾ സ്റ്റാൻഡേർഡ് നോർമലാക്കി മാറ്റുകയാണ്. അപ്പോൾ നമുക്ക് അറിയുന്നത് എക്സ് മൈനസ് 5/3 ആണ് നമ്മളെ സെഡ്. സ്റ്റാൻഡേർഡ് നോർമൽ എന്ന് നമ്മൾ എഴുതി വെച്ചിട്ടുണ്ട്, അതാണ് നമ്മളോട് ഉപയോഗിക്കാൻ പോകുന്നത്. അപ്പോൾ ഞാൻ എക്സിന്ന് 5 മൈനസ് ചെയ്തു, 3 കൊണ്ട് ഡിവൈഡ് ചെയ്തു. അതേ കാര്യം ഞാൻ ഈ റൈറ്റ് ഹാൻഡ് സൈഡിലുള്ള 2നോടും ചെയ്യുന്നു. 2ന്ന് ഞാൻ 5 മൈനസ് ചെയ്തു, 3 കൊണ്ട് ഡിവൈഡ് ചെയ്തു. അപ്പോൾ ഇങ്ങനെ ആയാൽ നമ്മൾ എക്സ്പ്രഷന് യാതൊരു മാറ്റവും വരുന്നില്ല. ദിസ് ഇസ് ഈക്വൽ ടു probability of x minus 5/3 is our set. This is set greater than 2 minus 5, that is minus 3/3, that is minus 5. അപ്പോൾ ഇവിടെ എനിക്ക് കാണേണ്ട പ്രോബബിലിറ്റി എന്താണ്? പ്രോബബിലിറ്റി ദാറ്റ് സെഡ് ഇസ് ഗ്രേറ്റർ ദാൻ -5. അപ്പോൾ നമ്മളതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഏരിയ ആണ് ഒരു സ്റ്റാൻഡേർഡ് നോർമൽ കേവിൽ നോക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മളൊരു സ്റ്റാൻഡേർഡ് നോർമൽ കേവ് നമുക്ക് വരച്ച് നോക്കാം. നമ്മളൊരു സ്റ്റാൻഡേർഡ് നോർമൽ കേവ് വരയ്ക്കുകയാണ്. അപ്പോൾ ഇവിടെ സെഡ് ഇസ് ഈക്വൽ ടു 0-നാണ് ഇത് സിമെട്രിക്,
ഇവിടെ മൈനസ് ഇൻഫിനിറ്റി മുതൽ പ്ലസ് ഇൻഫിനിറ്റി വരെയുണ്ട്. എനിക്ക് സെഡ് ഗ്രേറ്റർ ദാൻ -1 ആണ് കിട്ടേണ്ടത്. ഒരു സെഡ് -1 എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ ഇവിടേക്ക് എടുക്കുന്നു അല്ലേ, നമ്മൾ സീറോൻ്റെ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലേക്കായിട്ട് എടുക്കുന്നു. അപ്പോൾ എനിക്ക് കണ്ടുപിടിക്കേണ്ട ഏരിയ എന്ന് പറഞ്ഞാൽ സെഡ് ഗ്രേറ്റർ ദാൻ -1. സെഡിൻ്റെ വാല്യൂ -1-നെക്കാട്ടും കൂടുതൽ വരുന്ന ഏരിയ ആണ് എനിക്ക് കണ്ടുപിടിക്കേണ്ടത്. അതായത് എനിക്ക് കണ്ടുപിടിക്കേണ്ട ഏരിയ എന്ന് പറഞ്ഞാൽ -1-നെക്കാട്ടും ഗ്രേറ്റർ ആവുക എന്ന് പറഞ്ഞാൽ -1 മുതൽ ഇൻഫിനിറ്റി വരെ വരുന്ന ഏരിയ, ഈ ഏരിയ, ഈ -1 മുതൽ ഇതുവരെ വരുന്ന ഈ ഏരിയ ആണ് എനിക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഈ ഏരിയ എന്ന് പറഞ്ഞാൽ ഇവിടെ നമുക്ക് -1 മുതൽ 0 വരെയുള്ളൊരു പീസും ഉണ്ട്, അതിൻ്റെ ഒപ്പം 0 ടു പ്ലസ് ഇൻഫിനിറ്റി എന്ന് പറയുന്ന ഒരു പീസ്. അങ്ങനെ രണ്ട് ഭാഗങ്ങളായിട്ട് നമുക്കിതിനെ സ്പ്ലിറ്റ് ചെയ്തിട്ട് നമുക്ക് പറഞ്ഞു നോക്കാം. അതായത് ഞാൻ ആദ്യം നോക്കുന്നത് -1 ടു 0 എന്ന് പറയുന്ന ഈ പീസിൻ്റെ ഏരിയ, അതിനോട് ആരെ ആഡ് ചെയ്താൽ മതി, 0 ടു പ്ലസ് ഇൻഫിനിറ്റി എന്ന് പറയുന്ന ഈ പീസ് അല്ലേ. അപ്പോൾ നമുക്ക് അറിയുന്നത് ഇത് ഹാഫ് ദ പോർഷനാണ്. ഞാൻ ഈ ഗ്രീൻ കളറിൽ കാണിച്ചിരിക്കുന്നത് ഹാഫ് പോർഷനാണ്. അതിൻ്റെ ഏരിയ അല്ലെങ്കിൽ പ്രോബബിലിറ്റി എന്ന് പറയുന്നത് 0.5 ആണ്. അപ്പോൾ ഇനി നമ്മൾ അയാളുടെ കൂടെ ഈ -1 മുതൽ 0 വരെയുള്ള ഏരിയ അതെത്രയാണ് അല്ലെങ്കിൽ ആ പ്രോബബിലിറ്റി എത്രയാണെന്ന് കണ്ടുപിടിച്ചാൽ മതി. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ സ്റ്റാൻഡേർഡ് നോർമൽ കേർവ് ഉപയോഗിക്കണം. സ്റ്റാൻഡേർഡ് നോർമൽ കേർവിൽ -1 ടു 0, -1 എന്ന് പറയുന്ന വാല്യൂ ഉണ്ടാവില്ല. -1 ടു 0 എന്ന് പറയുന്നതും 0 ടു +1 എന്ന് പറയുന്ന ഏരിയയും തുല്യമായിരിക്കും. അപ്പോൾ ഞാൻ ടേബിളിൽ പോയിട്ട് സെഡ് ഇസ് ഈക്വൽ ടു 1-ലാണ് ഞാൻ നോക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ സ്റ്റാൻഡേർഡ് നോർമൽ ടേബിളുകൾ എടുക്കുകയാണ്. ഈ ടേബിളിൽ ഞാൻ നോക്കുന്നത് സെഡ് ഇസ് ഈക്വൽ ടു 1 എന്ന് പറഞ്ഞാൽ 1.0 അതിലാണ് ഞാൻ നോക്കുന്നത്. അപ്പോൾ എനിക്ക് കിട്ടുന്ന വാല്യൂ 0.3413 എന്നാണ് നോക്കേണ്ടത്. 1.0-ൽ 0-ലാണ് നോക്കേണ്ടത്. 1-ൽ നോക്കണം എന്ന് പറഞ്ഞാൽ 1.0-ൽ ടേബിളിൽ എടുത്താൽ 1.0-ൽ 0-ൽ നോക്കണം. അപ്പോൾ കിട്ടുന്ന ടേബിൾ വാല്യൂ 0.3413 ആണ്. അതായത് ഈ ഏരിയ ദിസ് ഏരിയ ഈസ് 0.3413. അതിൻ്റെ കൂടെ 0.5 കൂടി നമുക്ക് ആഡ് ചെയ്യും. അപ്പോൾ ദിസ് ഇസ് ഈക്വൽ ടു 0.3413, that is this area plus e half the area which is 0.5. So the answer is equal to 0.8413. അടുത്ത question, write the PDF of set following standard normal distribution. Also mention the mean and variance of set. ഇപ്പോൾ സെഡ് എന്ന് പറയുന്നത് ഒരു സ്റ്റാൻഡേർഡ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ഫോളോ ചെയ്യുന്ന റാൻഡം വേരിയബിളാണ്. അപ്പോൾ അതിൻ്റെ PDF നമുക്ക് എഴുതാം. PDF സെഡ് ഇസ് ഈക്വൽ ടു 1/√2π e raised to -z² ഡിവൈഡഡ് ബൈ 2. ഇതാണ് സ്റ്റാൻഡേർഡ് നോർമൽ റാൻഡം വേരിയബിളിൻ്റെ PDF. അതിൻ്റെ റേഞ്ച് എഴുതണം. സെഡ് ലൈസ് ബിറ്റ്വീൻ -∞ ആൻഡ് +∞. അതായത് -∞ ലെസ് ദാൻ സെഡ് ലെസ് ദാൻ ഇൻഫിനിറ്റി എന്ന് പറയും. ആൻഡ് ഇതിൻ്റെ മീനും വേരിയൻസും ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ മീൻ ഓഫ് സെഡ് അതായത് എക്സ്പെക്റ്റേഷൻ ഓഫ് സെഡ് എന്ന് പറയുന്നത് 0 ആയിരിക്കും. ആൻഡ് വേരിയൻസ് ഓഫ് സെഡ് ഇറ്റ് ഈസ് ഈക്വൽ ടു 1. അപ്പോൾ സ്റ്റാൻഡേർഡ് നോർമൽ എന്ന് പറഞ്ഞാൽ ആക്ച്വലി ഇറ്റ് ഈസ് എ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ വിത്ത് മീൻ 0 ആൻഡ് വേരിയൻസ് ഈസ് ഈക്വൽ ടു 1. Next question, define primary and secondary data. Primary data are those collected by the investigator himself for the first time for a specific purpose and hence they are original in character. It is the first hand data. അതായത് നമ്മൾ ഇൻവെസ്റ്റിഗേറ്റർ അയാളുടെ ആവശ്യത്തിന് വേണ്ടി കളക്ട് ചെയ്തെടുക്കുന്ന ഡാറ്റയാണ് പ്രൈമറി ഡാറ്റ എന്ന് പറയുന്നത്. or it's also called first hand data. Secondary data are the data collected by someone else for their purpose and is utilized by the investigator for a study. The collection of secondary data has the advantage of being less time consuming and less expensive. Secondary data can be collected from published or unpublished
സോഴ്സസ്. അതായത് മറ്റാരെങ്കിലും അവരുടെ ആവശ്യത്തിന് വേണ്ടി കളക്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഡാറ്റ ഇപ്പോൾ ഒരു ഇൻവെസ്റ്റിഗേറ്റർ അയാളുടെ ആവശ്യത്തിന് ഉപയോഗിക്കുകയാണെങ്കിൽ ദാറ്റ് ഈസ് സെക്കൻഡറി ഡാറ്റ. അടുത്ത ക്വസ്റ്റ്യൻ, ഡിഫൈൻ കൺവീനിയൻസ് സാമ്പിളിംഗ്. In this method, sample is selected from a group of people who are easy to contact and to reach by the investigator. Standing at a mall or grocery store and asking people to answer questions would be an example of convenience sampling. അപ്പോൾ കൺവീനിയൻസ് സാമ്പിളിങ്ങിൽ ഇൻവെസ്റ്റിഗേറ്ററിന് കൺവീനിയൻ്റ് ആയിട്ടുള്ള ഒരു സ്ഥലത്ത് നിന്ന് ഈസി ആയിട്ട് ആളുകളെ കിട്ടാൻ പറ്റുന്ന ഒരു സ്ഥലത്ത് നിന്നിട്ട് വിവരങ്ങൾ ശേഖരിക്കുകയാണെങ്കിൽ ദാറ്റ് ഈസ് കോൾഡ് കൺവീനിയൻസ് സാമ്പിളിംഗ്. വാട്ട് ഈസ് മെൻ ബൈ ക്ലസ്റ്റർ സാമ്പിളിംഗ്? ഇൻ ദിസ് മെത്തേഡ് ഓഫ് സാമ്പിളിംഗ് the population is first divided into different subgroups called clusters based on some common characteristics. Then a random selection of clusters is made using simple random sampling method. Data is then collected from each and every item in the selected clusters. അപ്പം ക്ലസ്റ്റർ സാമ്പിളിങ്ങിൽ നമ്മൾ ആദ്യം പോപ്പുലേഷനെ ഡിഫറെൻറ്റ് ഗ്രൂപ്പുകൾ അല്ലെങ്കിൽ ഡിഫറെൻറ്റ് ക്ലസ്റ്റേഴ്സായിട്ട് നമ്മൾ തിരിക്കും. ഏതെങ്കിലും ഒരു കോമൺ ആയിട്ടുള്ള ഒരു ക്യാരക്ടറിസ്റ്റിക്സിൻ്റെ ബേസിസിൽ ഡിഫറെൻറ്റ് ഗ്രൂപ്പുകൾ അല്ലെങ്കിൽ ക്ലസ്റ്റേഴ്സായിട്ട് നമ്മൾ പോപ്പുലേഷനെ ഡിവൈഡ് ചെയ്യും. എന്നിട്ട് നമ്മൾ സെലക്ട് ചെയ്യാൻ പോകുന്നത് സിമ്പിൾ റാൻഡം സാമ്പിളിംഗ് വെച്ചിട്ട് ഈ ക്ലസ്റ്റേഴ്സിനെയാണ് നമ്മൾ കുറച്ചെണ്ണത്തിന് സെലക്ട് ചെയ്യും. ദാറ്റ് ഈസ് പിന്നെ ചെറിയൊരു ഗ്രൂപ്പ് ഓഫ് ക്ലസ്റ്റേഴ്സിനെയാണ് നമ്മൾ സെലക്ട് ചെയ്യുന്നത്. ആ ക്ലസ്റ്റേഴ്സ് സെലക്ട് ചെയ്തിരിക്കുന്ന ക്ലസ്റ്റേഴ്സിലത്തെ എല്ലാ ഐറ്റങ്ങളെക്കുറിച്ചിട്ടും എല്ലാ ഐറ്റങ്ങളെന്നും നമ്മൾ വിവരങ്ങൾ ശേഖരിക്കും. അതിനെയാണ് നമ്മൾ ക്ലസ്റ്റർ സാമ്പിളിംഗ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ഫോർ എ സ്റ്റഡി വി സബ്ഡിവൈഡ് കാലിക്കറ്റ് ഡിസ്ട്രിക്റ്റ് ഇൻ ടു സെവറൽ വില്ലേജസ്. അതാണ് നമ്മുടെ ക്ലസ്റ്റേഴ്സ്. ആൻഡ് ദെൻ വി സെലക്ട് എ സാമ്പിൾ ഓഫ് സർട്ടൺ വില്ലേജസ് യൂസിങ് സിമ്പിൾ റാൻഡം സാമ്പിളിംഗ്. And data is collected from all units in these selected villages. അടുത്ത question, define critical region. The critical region is the set of those values of the test statistics for which we are rejecting the null hypothesis H0. അപ്പം ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക്സ് എടുക്കുന്ന ഏത് വാല്യൂ വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യണു, ഡാറ്റേനെ റിജക്റ്റ് ചെയ്യുന്നത്. ആ സെറ്റ് ഓഫ് വാല്യൂസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ക്രിട്ടിക്കൽ റീജിയൻ എന്ന് പറയുന്നത്. ഡിഫൈൻ പവർ ഓഫ് എ ടെസ്റ്റ്. ദ പവർ ഓഫ് എ ടെസ്റ്റ് ഈസ് ദ പ്രോബബിലിറ്റി ഓഫ് മേക്കിംഗ് എ കറക്റ്റ് ഡിസിഷൻ. പവർ ഇസ് ഈക്വൽ ടു പ്രോബബിലിറ്റി ഓഫ് റിജക്റ്റിംഗ് H0 വെൻ H1 ഇസ് ട്രൂ. അതൊരു കറക്റ്റ് ഡിസിഷനാണ്. H1 ട്രൂ ആവുമ്പോൾ, H1 ട്രൂ ആവുക എന്ന് പറഞ്ഞാൽ ഓൾട്ടർനേറ്റീവ് ഹൈപ്പോത്തിസിസ് ട്രൂ ആവുക എന്ന് പറഞ്ഞാൽ നൾ ഹൈപ്പോത്തിസിസ് ഫോൾസ് ആയിരിക്കും. അപ്പോൾ നമ്മൾ നൾ ഹൈപ്പോത്തിസിസിനെ റിജക്റ്റ് ചെയ്യുന്നതാണ് നമ്മുടെ കറക്റ്റ് ഡിസിഷൻ. അതിനുള്ള പ്രോബബിലിറ്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, പവർ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ഡിനോട്ടഡ് ബൈ 1 മൈനസ് ബീറ്റ. ബീറ്റ എന്ന് പറയുന്നത് ടൈപ്പ് 2 എററിൻ്റെ പ്രോബബിലിറ്റിയാണ്. Explain the errors involved in testing of hypothesis. In testing of hypothesis, we are likely to commit 2 types of errors, namely type 1 error and type 2 error. Type 1 error or rejection error is the error of rejecting a null hypothesis when it is actually true. Type 1 error is rejecting H0 when H0 is true. Type 2 error or acceptance error is the error of accepting a null hypothesis when it is actually false. That is when H1 is true. But type 2 error is accepting H0 when H1 is true. Next question. Describe the test statistic used in small sample test of variance of a normal population. അപ്പോൾ വേരിയൻസ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക് ഇസ് chi-square. Chi-square is equal to ns square by sigma naught square. This is the test statistics used for testing the variance of a normal distribution. ഇവിടെ n എന്ന് പറയുന്നത് n is the sample size, s square is the sample variance and sigma naught square is the value of the population variance specified in the null hypothesis. This test statistics will follow a chi-square distribution with n minus 1 degree of freedom.